ഇന്നത്തെ പരിപാടി ഇതാണ്. അബ്ദുള്ളാക്കാന്റെ പേര്. ഇതെന്താ? ഇതെന്തിനാ നമ്മളെ ബക്കറ്റാ? മീൻ്റെ സാധനം അല്ലേ? ഓക്കെ, അപ്പോ പോവാ. ഇത് കാസർഗോഡ് അബ്ദുള്ളാക്ക. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അബ്ദുള്ളാക്കന്റെ കൂടെ ചൂണ്ടയിടല്. എവിടെയാ പോണേ നമ്മള്? ദമാമ് കോർണീസില്ലേ? പോയി നോക്ക്. അപ്പൊ ടൈം എത്ര ആയിക്കിന്? ഏകദേശം 6 മണി ആയിക്കിന്. ഒരു 7 മണി 8 മണിന്റെ ഉള്ളിൽ ഞങ്ങള് അടത്തും. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കല്ലേ? 10-11 മണിയാകുമ്പോ തിരിച്ചു വരും. അപ്പൊ ഞങ്ങള് ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ. അത് അബ്ദുള്ളാക്ക കേക്കിലെ മാർക്കറ്റാണ്. ഇവിടുന്ന് ചെമ്മീൻ വാങ്ങാൻ അറിയാം. ചെമ്മീൻ കിട്ടണം. ഇതാക്കി വെച്ചിരിക്കുന്നോ? ചെമ്മീന് ചെമ്മീനുണ്ട്. ഞങ്ങൾക്കുള്ള അല്ലറ ചില്ലറതാ ചൂണ്ട. ഇതെന്താ പ്ലെയർ? എന്താ ഇതിനാ? മീനെ പിടിക്കാനാ? ഈ ചെമ്മീനല്ലേ? യെസ്. ഞങ്ങൾ പോവാ. ഇതാ അടുത്ത ബാഗാണ്. ഇതാ അതിന്റെ കോല്. എന്തേതാള്? പയവും വെള്ളമൊക്കെ ഉണ്ടല്ലേ? എല്ലാം സെറ്റാ. ഞങ്ങളെ അപ്കേക്കിലെ ആസ്ഥാന മുക്കുവനാ. ടൈം ഇപ്പൊ 7 മണിയാക്കി. അപ്പോൾ ഞങ്ങൾ ആ സാധനമൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നു. ഇനി എല്ലാം സെറ്റാക്കുന്ന പണിയിലാണ്. എല്ലാം സെറ്റാക്കിയിട്ട് അടുത്ത പരിപാടി എന്താ? ചൂണ്ടയിടുക. അടുത്ത സ്റ്റിക്ക് സെറ്റാക്കാണ്. ഇനി ചൂണ്ട കെട്ടണം. ഈയം കെട്ടിയൊക്കെ വെച്ചു കേട്ടോ. ഈയാണത്. ഈ നൂലിന് 20 കിലോന്റെ കപ്പാസിറ്റിയാ ഈ സാധനത്തിന്. എന്താ പറയാ? ബ്രൈഡ് എന്ന് പറയല്. ഇതിന്റെ പേര് നൂലല്ല, ഇതിന് പേര് മാറ്റി ഞങ്ങള് ബ്രൈഡ് ആക്കി. ഓക്കെ, ഇതാണ് ആ ബ്രൈഡ്. ഇനി അടുത്ത പരിപാടി ചൂണ്ട കെട്ടല് അല്ലേ? ഇതിൽ കൂടിട്ട് ചൂണ്ട കെട്ടി സെറ്റാണ്. ഇത് ഈ സ്റ്റിക്കൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ഹോള് വന്ന് ചൂണ്ടമല് ഒന്നും ഉണ്ടല്ലേ? നമ്മളിത് അറിയില്ല. അപ്പൊ ചൂണ്ട റെഡിയായി. ഓക്കെ, ചെമ്മീൻ വാങ്ങി ചെമ്മീന് കട്ട് ചെയ്തിട്ട് ഈ സാധനം മീൻ കടിച്ചിട്ട് ഊരിപ്പോവും. അത് ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കാരോണ്ട് കെട്ടിക്കാളെ നൂലെടുത്തിട്ടില്ലേ? അപ്പൊ ഇത് മീൻ ഉറപ്പായി കിട്ടും. നിങ്ങൾ ഇങ്ങനെ കെട്ടിക്കാളല്ലേ? നിങ്ങൾ തിന്നാൻ കൊടുക്കണം കേട്ടോ. സംഭവം നിങ്ങൾ ഈ പണി ചെയ്യരുത്. അത് ഒരു നേരത്തെ വെച്ചാല് ഞങ്ങള് ആദ്യം വന്ന സമയത്ത് ഇത് അറിയില്ല പരിപാടി. ഇങ്ങനെ കെട്ടണമെന്നുള്ളത്. അപ്പൊ ഈ ഞങ്ങൾ ഇടുക,
അത് തിന്നാൻ പോകും. അത് തിന്നങ്ങോട്ട് പോകും. നിങ്ങളെ പറ്റിച്ച് കുറെ കാലം ആ എനിക്ക് സമ്മതിച്ചു കൊടുക്കൂല. പിന്നെ അതിനെ വിട്ടാൽ ശരിയാവില്ല. അത് ഇങ്ങനെ കെട്ടിയാലേ അത് വലിച്ചിട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ ഇത് അത് തിന്നുകയാണെങ്കിൽ ചൂണ്ടടക്കം തിന്നണം. ഇത് കണ്ട അതാണ് അതിന്റെ ടെക്നിക്ക്. അടിപൊളി. അപ്പൊ ഇത്തരം ഇത് എന്റെ തലമണ്ട പോവാതെ നോക്കണേ. അറിഞ്ഞോളി അതേലോ പോയി കാണാനല്ല. ഓ സെറ്റ് ആട്ട് വിട്ടുകൂടി. ഞാൻ അടക്കട്ടെ കുടി. ഓ ഞാൻ എടുക്കാം വിട്ടോളിതാ. ഇനി അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ് മീനെ പിടിക്കാൻ. ബക്കറ്റ് ഉണ്ട്, ഞങ്ങൾ മീനിടാനുള്ള ബക്കറ്റാണിത്. ഇതായിട്ട് പോവാണ്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ചാടി 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 ഇപ്പുറത്ത് ചാടി ആ കല്ലുകളുടെ ഇടയിലൂടെ മീനിനെ പിടിക്കാൻ പോവുകയാണ്. ഇത് ഭയങ്കര കുത്തനാണ് കേട്ടോ. നല്ല ശ്രദ്ധിച്ചിറങ്ങിക്കോളി. ഇല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് എണീച്ച് വേണ്ടി വരും. അതിലങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ തുരുതുരാ പായുന്നുണ്ട്. ഞങ്ങളൊന്ന് മീൻ പിടിച്ചോട്ടെ, മീൻ കിട്ടും വിചാരിക്കാം. ഓക്കെ അങ്ങനെ ഏതായാലും കുറച്ച് നേരത്തെ ചൂണ്ടയിടല്ലേ 2 ചെറിയ മണിങ്ങനെ കിട്ടി. വേറെ പ്രത്യേകിച്ച് മുന്നേറ്റമൊന്നും ഉണ്ടായില്ല. ഏതായാലും ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.